സ്പർശിക്കുവാൻ സോദരങ്ങളെന്ന വണ്ണം ഉൾക്കൊള്ളുവാൻ മുന്തിരിച്ചെടിയിൽ നല്ല ശാഖയെന്ന പോൽ നാഥനോടു ചേർന്നു ഞങ്ങൾ നിന്നിടും. ആത്മസൗഖ്യദായകൻ ജീവനാഥൻ ദിവ്യവൈദ്യനാമേശുനായകൻ. ഗുരുവചനം മേരിയെന്ന പോൽ ശ്രവിച്ചിടാം. പാദാന്തികത്തിലെന്നുമായിരുന്നിടാം. സേവനത്തിൽ മർത്തയെന്ന പോലെയായിടാം. സ്വാർത്ഥരഹിതരായി ഞങ്ങൾ മേവിടാം. ആത്മസൗഖ്യദായകൻ ജീവനാഥൻ ദിവ്യവൈദ്യനാമേശുനായകൻ. യേശുവിന്റെ നീതിയും വിശുദ്ധിയും പരം രക്ഷയേകിടുന്ന ദിവ്യമാർഗവും ചിരം പിന്തുടർന്നു സിദ്ധനായ ജോസഫ് എന്ന പോൽ അലിവിയെന്നു ശുശ്രൂഷ ഞങ്ങൾ ചെയ്തിടും. ആത്മസൗഖ്യദായകൻ ജീവനാഥൻ ദിവ്യവൈദ്യനാമേശുനായകൻ. രോഗികളവശരിൽ നിൻ രൂപം കാണുവാൻ സ്നേഹത്യാഗ സേവനം ചെയ്തിടുവാൻ ഞങ്ങൾ തൻ യാതനകൾ വേദനകളും നിന്റെ രക്ഷാകരത്തിൽ മാർഗമാക്കണേ. ആത്മസൗഖ്യദായകൻ ജീവനാഥൻ ദിവ്യവൈദ്യനാമേശുനായകൻ. ഈകിടുന്ന സ്നേഹവും കരുണയും പങ്കിടുന്നു ധർമ്മഗിരിപുത്രിമാർ. ആത്മസൗഖ്യദായകൻ ജീവനാഥൻ ദിവ്യവൈദ്യനാമേശുനായകൻ. കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും സേവനനിരതമാം ജീവിത ദർശനം സ്വന്തമാക്കി പദത്തിനാക്കി. സേവനനിരതമാം ജീവിത ദർശനം സ്വന്തമാക്കി കർമ്മപഥത്തിലാക്കി. കരുണാർദ്ര സ്നേഹപ്രവാചകനമങ്ങേ ജീവിതമെത്രയോ ധന്യം. കരുണാർദ്ര സ്നേഹപ്രവാചകനമങ്ങേ ജീവിതമെത്രയോ ധന്യം. ജീവിതമേ
കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും സാധുക്കളോടുള്ള കരുണയാലേ ആത്മാക്കൾക്കായുള്ള ദാഹത്താലേ സാധുക്കളോടുള്ള കരുണയാലേ ആത്മാക്കൾക്കായുള്ള ദാഹത്താലേ ചെറിയവനൊരുവനു ചെയ്യുവതെല്ലാം കർത്താവിനാണെന്ന ചിന്തയാലേ ചെറിയവനൊരുവനു ചെയ്യുവതെല്ലാം കർത്താവിനാണെന്ന ചിന്തയാലേ അങ്ങു തുടങ്ങിയ പ്രേക്ഷിത വേലകൾ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങു തുടങ്ങിയ പ്രേക്ഷിത വേലകൾ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും സന്യാസസിദ്ധിയും ശുശ്രൂഷയും ക്രിസ്താനുകരണത്തിൻ മാർഗമായി സന്യാസസിദ്ധിയും ശുശ്രൂഷയും. സ്നേഹമുള്ളവരെ, അഭിനയ പിതാവ് നമ്മോടൊപ്പമായിരിക്കുന്നു. ഇന്ന് ഇവിടെ വെഞ്ചരിപ്പ് കർമ്മവും വിശുദ്ധ കുർബാന അർപ്പണവുമാണ് നടത്തപ്പെടുക. നമ്മുടെ ഇവിടെ പുതുതായിട്ട് നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ റൂമുകളുടെയും ഈ ഹോളിൻ്റെയും വെഞ്ചരിപ്പ് ആദ്യമേ നടക്കും. അതോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കും. അസിസ്റ്റഡ് ലിവിംഗ് സെന്റർ, നമുക്കറിയാം, ലീവ് ആൻഡ് ലെറ്റ് ലീവ്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, അങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായ അവകാശബോധമുള്ള ഒരു ആപ്തവാക്യം നിലവിലുണ്ട്. നമ്മൾ ജീവിക്കുന്നു, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്നു. ഇവിടെ നമ്മൾ അനുവദിക്കുക മാത്രമല്ല, അനുഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അസിസ്റ്റഡ് ലിവിംഗ് സെന്റർ, ജീവിക്കുന്നു, നമ്മളോടൊപ്പം കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗഭാഗ്യാവസ്ഥ കരസ്ഥമാക്കിക്കൊണ്ട് മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹീതമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കിക്കൊടുക്കുന്നു. നമുക്കറിയാം, അടിസ്ഥാനപരമായ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യ മഹത്വം അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശം, മനുഷ്യ അവകാശങ്ങളിൽപ്പെട്ട ഒന്ന് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ദ റൈറ്റ് ടു ലീവ് എന്നാണ്. ജീവിക്കാനുള്ള അവകാശം, അതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണ് ദ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ജനിക്കാനുള്ള അവകാശം കൂടി അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അമ്മമാരുടെ ഉദരങ്ങളിൽ ഒഴിവാക്കപ്പെടുന്ന ശിശുക്കൾക്ക് ജനിക്കാനുള്ള അവകാശം, ദ റൈറ്റ് ടു ലൈഫ്, അത് റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, ജനിക്കാനുള്ള അവകാശം കൂടി അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. എത്ര കൃത്യമായ നിയമസംഹിതാപരമായ അവകാശങ്ങൾ മനുഷ്യ മക്കൾക്കുണ്ട്, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം. ഈ അവകാശങ്ങളൊക്കെയും ഇങ്ങനെ കടലാസിൽ കുറിച്ചു വയ്ക്കുന്നതല്ലാതെ ഒരു ക്രിസ്തീയ ഉപവിയുടെ ഫലമായി, ക്രിസ്തീയ സ്നേഹത്തിന്റെ ഫലമായി കുറിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള ഈ നിയമകാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികളുടെയോ നിയമസംഹിതകൾ പ്രാവർത്തികമാക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക നിയമങ്ങളുണ്ട്. വിശുദ്ധ സുവിശേഷത്തിലും ദൈവവചനത്തിലും നൽകപ്പെട്ടിട്ടുള്ള
അത്തരത്തിലുള്ള നിയമകാര്യങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെ നിയമം അതിൽപ്പെട്ട ഒന്നാണ്. ആ നിയമം പ്രാവർത്തികമാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം ഈ അസിസ്റ്റഡ് ലിവിങ് സെന്ററിൽ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെയുള്ള നമ്മുടെ എല്ലാ സിസ്റ്റർമാരെയും, പ്രിയപ്പെട്ട മദറിനെയും മറ്റ് സഹോദരിമാരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം അനുമോദിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഭവനം എന്ന് ഞാൻ പറയാതെ നമുക്കറിയാം. കാലഘട്ടത്തിൻ്റെ ആവശ്യം, സമൂഹത്തിൻ്റെ ആവശ്യം, ഒരു ഫെൽറ്റ് സോഷ്യൽ നീഡ്, അത്തരത്തിലുള്ള ഒരു സാമൂഹിക ആവശ്യമായി വന്നിരിക്കുന്നു ഇതുപോലെയുള്ള ഭവനങ്ങൾ. അന്തസ്സോടും ആഭിജാത്യത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗം അത് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുകയാണ്. വളരെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ അപ്പുറത്തൊക്കെ ജ്വലിക്കുന്ന ക്രിസ്തീയ സ്നേഹമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ, ആരെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞു കൊള്ളട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്ധത ബാധിച്ചവരെ പോലെ നമുക്ക് നിൽക്കാം, മാറി നിൽക്കാം. പക്ഷെ നമുക്ക് അല്പം സ്നേഹത്തിൻ്റെ മേമ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുകയുള്ളൂ. ദൈവപ്രേരിതമായ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഈ അസിസ്റ്റഡ് ലിവിങ് സെന്റർ വളരെ മനോഹരമായിട്ട് രൂപീകരിച്ചു. അതിൻ്റെ എക്സ്റ്റൻഷൻസ്, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു കാര്യങ്ങളും നമ്മൾ സംവിധാനം ചെയ്തു. അത് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ പിതാവിനെ കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന ചൊല്ലുന്നു. ഇവിടെയൊക്കെ ദൈവ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരെയും, സിസ്റ്റേഴ്സിനെ ഞാൻ സൂചിപ്പിച്ചു, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യാളമ്മമാരെയും അതുപോലെ നമ്മുടെ ഈ ഭവനത്തിൻ്റെ എല്ലാ അധികാരികളെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ നന്ദിയോടെ, സ്നേഹത്തോടെ, അനുമോദനങ്ങളോടെ ഞാൻ ഓർക്കുകയാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുകയാണ്. നമുക്കറിയാം, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആശുപത്രി ഉണ്ടല്ലോ, ആശുപത്രിയും ഇതിൻ്റെ ഒരു ഭാഗം പോലെ ചേരുകയും അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കും അതിൻ്റേതായിട്ടുള്ള നന്മകളുടെ ഷെയർ ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചു. കൊച്ചച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ വികാരിയച്ഛൻ എൻ്റെ വലതുഭാഗത്തുനിന്ന് കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ അച്ഛന്മാർക്കും, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകാംഗങ്ങളായിട്ടുള്ള സിസ്റ്റേഴ്സ്, അതുപോലെ ദൈവദാൻ സിസ്റ്റേഴ്സ് ഇവിടെ കാണുന്നു അല്ലേ? അതെ, ദൈവദാൻ സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രാൻസിസ്കൻ ഗ്രേസ് ഇല്ല അല്ലേ, സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അണയ്ക്കപ്പാറ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നവർ. പിന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഇടവകാംഗങ്ങളായിട്ടുള്ളവർ, ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള മറ്റുള്ളവർ എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അനുഭവം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ സ്നേഹമില്ലെങ്കിൽ എല്ലാം അർത്ഥശൂന്യമാണ്. താൽക്കാലിക ഉപയോഗത്തിനുള്ള ഭൗതിക വസ്തുവകകൾ പോലെ മാത്രമായിരിക്കും നാം എല്ലാം. മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ താൽക്കാലിക ഉപയോഗത്തിനുള്ള ചില ഭൗതിക വസ്തുക്കൾ മാത്രമാണ്. ഭൗതിക വസ്തുക്കൾ എന്നേക്കുമായിട്ട് അവസാനിക്കുന്നതാണ്. പക്ഷേ ചില അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റീസ് ഉണ്ട്. എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹം ഒരു അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റിയാണ്. അതങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് അത് കൊണ്ടുവരണം, പ്രാവർത്തികമാക്കപ്പെടണം. അപ്പോൾ മെറ്റീരിയൽ തിങ്സ്, നശിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കളല്ല, നിത്യമായ ഗുണങ്ങളാണ്, ക്വാളിറ്റീസ്. അതാണ് നമ്മിൽ പ്രവർത്തനക്ഷമമാകേണ്ടത്. ഭൗതിക വസ്തുക്കൾ ഇല്ലായ്മയിലേക്ക് പോകും. പക്ഷേ എന്നും നിലനിൽക്കുന്ന സ്നേഹം പോലെയുള്ള മൂല്യങ്ങൾ, ഗുണങ്ങൾ, നന്മകൾ പ്രാവർത്തികമാക്കപ്പെടണം. ഈശോയുടെ ആഹ്വാനമനുസരിച്ച്, പൗലോസ്ലീഹായിലൂടെ ഈശോ നൽകുന്ന സ്നേഹത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഈ ഭവനവും അതിൽ വസിക്കുന്നവരും അനുഗ്രഹീതരായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അനുഗ്രഹീതരായി തീരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.